ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ലേബർ സർക്കാരിന്റെ അനധികൃത കുടിയേറ്റ വിരുദ്ധ നയം പാളുന്നു. കെയർ സ്റ്റാമറിന്റെ ഫ്രാൻസുമായുള്ള 1 in 1 ഔട്ട് എന്ന ആദ്യ കുടിയേറ്റ നിയന്ത്രണ കരാറിന് കീഴിൽ ചാനൽ കടന്നെത്തിയവരെ ഫ്രാൻസിലേക്ക് കടത്താനുള്ള ആദ്യ വിമാന പദ്ധതി ആസൂത്രണം ചെയ്തതുപോലെ നടന്നില്ലെന്ന് റിപ്പോർട്ട്. നിയമപരമായ നീക്കങ്ങൾ കാരണം ഹീത്രോയിൽ നിന്നും പാരീസിലേക്കുള്ള എയർ ഫ്രാൻസ് വിമാനം വഴി തിങ്കളാഴ്ച ഫ്രാൻസിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തിരികെ അയക്കുന്നതിന് സാധിച്ചില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു. ആഭ്യന്തര ഓഫീസ് സീറ്റുകൾ ബുക്ക് ചെയ്തെങ്കിലും ഒരൊറ്റ കുടിയേറ്റക്കാരനുമില്ലാതെയാണ് വിമാനം ഫ്രാൻസിലേക്ക് തിരികെ പോയത്. കരാർ പ്രകാരം എത്ര പേരെ ഈ ആഴ്ച ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുമെന്ന് പറയാൻ നൈപുണ്യ മന്ത്രി ജാക്സി സ്മിത്ത് വിസമ്മതിച്ചു. അതേസമയം ഒരു ചെറിയ സംഘത്തെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്നും ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ജൂലൈയിൽ ഇമ്മാനുവൽ മാക്രോന്റെ UK സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ച പൈലറ്റ് പദ്ധതി അപേക്ഷകർക്ക് പകരമായി ചാനൽ കടന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്ന അഭയാർത്ഥികളെ ഫ്രാൻസിലേക്ക് തിരികെ അയക്കുവാനും നിയമപരമായി അപേക്ഷിക്കുന്നവരുടെ അഭയാർത്ഥിത്വം പരിഗണിക്കാൻ അനുമതി നൽകുന്നതുമാണ്. വ്യാജ കനേഡിയൻ വിസകളും മനുഷ്യക്കടത്ത് സേവനങ്ങളും വ്യാപകം. ഓൺലൈൻ വഴി വ്യാജ കനേഡിയൻ വിസകളും മനുഷ്യക്കടത്ത് സേവനങ്ങളും വ്യാപകമാകുന്നു. വ്യാജ കനേഡിയൻ വിസകൾക്ക് $40,000 വരെയും അതിർത്തി കടത്തി നൽകാൻ $4,000 വരെയുമാണ് കടത്ത് ശൃംഖലകൾ ആവശ്യപ്പെടുന്നത്. യാതൊരു ഭയവുമില്ലാതെ ധിക്കാരപൂർവമാണ് പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത് സംബന്ധിച്ച് ഇവർ പരസ്യം ചെയ്തിരിക്കുന്നത്. കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിർത്തിയിലൂടെ 2 ദിശകളിലേക്കും മനുഷ്യക്കടത്ത് കൂടാതെ കാനഡയിലേക്കുള്ള വ്യാജ ഇമിഗ്രേഷൻ വിസകൾ തുടങ്ങിയവ $40,000 വരെ വിലയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഫെഡറൽ ഗവൺമെന്റ് $1.3 ബില്യൺ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. അതിർത്തി സർക്കാർ നിയമനം, 24 മണിക്കൂർ നിരീക്ഷണം, ഡ്രോണുകൾ, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവ വഴി അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കള്ളക്കടത്തുകാരും വ്യാജ വിസ വിൽപ്പനക്കാരും കനേഡിയൻ കുടിയേറ്റ നിയമങ്ങൾ മറികടക്കുന്നത് തുടരുകയാണ്. സഹപ്രവർത്തകർ നേരിട്ടത് കടുത്ത ലൈംഗിക പീഡനം. ലങ്കാഷെയറിൽ ഇന്ത്യൻ വംശജനായ ഹൃദ്രോഗ വിദഗ്ധനായ അമൽ ബോസിൽ നിന്നും സഹപ്രവർത്തകർ നേരിട്ടത് കടുത്ത ലൈംഗിക പീഡനമെന്ന് റിപ്പോർട്ട്. ലങ്കാഷെയറിലെ ബ്ലാക്ക് പോൾ വിക്ടോറിയ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന 5 വനിതാ സ്റ്റാഫ് അംഗങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശിക്ഷാവിധിക്കായി കാത്തിരിക്കുന്നതിനിടെയാണ് ഡോക്ടർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. നിരന്തരമായി ഡോക്ടർ സഹപ്രവർത്തകരായ സ്ത്രീകളെ കടന്നുപിടിക്കാറുണ്ടായിരുന്നുവെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ലൈംഗികമായി അധിക്ഷേപിക്കുന്ന കമന്റുകളും ഡോക്ടർ നടത്തിയിരുന്നു. ചെറുപ്പക്കാരികളായ സ്ത്രീകളെ മനഃപൂർവ്വം ലക്ഷ്യമിട്ടാണ് ഡോക്ടർ പെരുമാറിയിരുന്നതെന്നും പ്രോസിക്യൂട്ടർ ഹ്യൂ എഗേർഡ് പ്രസ്റ്റൺ ക്രൗൺ കോടതിയിൽ വ്യക്തമാക്കി. ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടറെ സഹായിക്കുന്ന ആരോഗ്യ പ്രവർത്തകയെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അമൽ ബോസ് കയറി പിടിച്ചതായും പരാതിയുണ്ട്. റോമിലെ പോക്കറ്റടിക്കാരെ സൂക്ഷിക്കുക. വിനോദസഞ്ചാരികൾക്ക് പേടി സ്വപ്നമായി മാറുകയാണ് റോമിലെ പോക്കറ്റടിക്കാർ. തിരക്കേറിയ സ്ഥലങ്ങളിലും പൊതുഗതാഗത മാർഗങ്ങളിലും റെയിൽവേ, ബസ്, മെട്രോ സ്റ്റേഷനുകളിലും പോക്കറ്റടിക്കാർ അഴിഞ്ഞാടുകയാണ്. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ നഗരത്തിലെ സബ്വേയിൽ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പോലീസിന്റെ കൺമുന്നിൽ പോലും പോക്കറ്റടി വ്യാപകമാണ്. റോമ, ടെർമിനി, സ്പാൻച, ബാർബനിയ, ഒത്തവിയാനോ എന്നിവയുൾപ്പെടെയുള്ള തിരക്കേറിയ സെൻട്രൽ മെട്രോ സ്റ്റേഷനുകൾ പോക്കറ്റടിക്കാരുടെ ഏറ്റവും വലിയ വിഹാര കേന്ദ്രങ്ങളാണ്. പോളണ്ടിന് സുരക്ഷയൊരുക്കാൻ റോയൽ എയർഫോഴ്സ്. കഴിഞ്ഞയാഴ്ച പോളണ്ടിലേക്ക് റഷ്യൻ ഡ്രോണുകൾ അതിക്രമിച്ചു കയറിയതിന് മറുപടി നൽകാൻ റോയൽ എയർഫോഴ്സ് പോളണ്ടിനും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്കും മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താൻ റാഫ് ടൈഫൂൺ ജെറ്റുകൾ വിന്യസിക്കും. ലിങ്കൻഷെയറിലെ കോണിഗ്സ്ബർഗ് ആസ്ഥാനമായുള്ള ബ്രിട്ടീഷ് F-35, പോളിഷ് F-16 വിമാനങ്ങൾ ഫ്രഞ്ച്, ജർമ്മൻ, ഡാനിഷ് സേനകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന നാറ്റോയുടെ പുതിയ ഈസ്റ്റേൺ സെൻട്രൽ ദൗത്യത്തിൽ ചേരും. ഭീഷണികളോട് നാറ്റോ ശക്തിയോടെ പ്രതികരിക്കുന്നെന്നും ആവശ്യമെങ്കിൽ നാറ്റോ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്ന റഷ്യൻ ഡ്രോണുകളെ ആക്രമിക്കാൻ ടൈഫൂൺസ് തയ്യാറാകുമെന്നും പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. യൂറോപ്പിനെ ആശങ്കയിലാക്കിയ സ്പാഡ് 2025. പോളണ്ടിന്റെ അതിർത്തി കടത്ത് ബെലാറസിലെ ബോറിസോവ പരിശീലന ഗ്രൗണ്ടിൽ നടന്ന സ്പാഡ് 2025 സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി സൈനികാഭ്യാസങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കയിലാക്കി. പാശ്ചാത്യ മാധ്യമങ്ങളെ സൈനിക അഭ്യാസങ്ങൾ വീക്ഷിക്കാൻ ബെലാറസിൽ സംവിധാനം ഒരുക്കിയിരുന്നു. സന്ദർശനത്തിനിടെ സാക്ഷ്യം വഹിച്ച വെടിവയ്പ്, വർദ്ധിച്ചു വന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കും കഴിഞ്ഞ ആഴ്ച റഷ്യൻ ഡ്രോണുകൾ പ്രവർത്തിച്ചതിനു ശേഷം മോസ്കോ നാറ്റോയുടെ പ്രതിരോധം പരീക്ഷിക്കാൻ റഷ്യ പോളണ്ടിലും റൊമാനിയയിലും ഡ്രോണുകൾ അയച്ചതിനെ തുടർന്നുണ്ടായ ആശങ്കയ്ക്കും ഇടയിൽ നടന്ന യൂറോപ്യൻ തലസ്ഥാനങ്ങൾ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നതാണ്. возможностей вооружения
и уничтожения наиболее важных целей штурмовиком зоны ответственности или своего сектора. В тактической глубине применяется штурмовая авиация. Вы можете наблюдать на этом основными объектами поражения для них являются бронированные объекты и скопления пехоты, что позволяет ഡാറ്റ ഹാക്ക് ചെയ്തതായി സ്ഥിരീകരിച്ച് കെയറിംഗ്. കൊച്ചി, ബാലൻസിയാഗ, അലക്സാണ്ടർ മക്കീൻ എന്നിവ ഉൾപ്പെടുന്ന ആഡംബര ഫാഷൻ ഗ്രൂപ്പായ കെയറിംഗിന്റെ ഉപഭോക്താക്കളിൽ നിന്നും ഹാക്കർമാർ ഡാറ്റ മോഷ്ടിച്ചതായി റിപ്പോർട്ട്. ഫാഷൻ ഗ്രൂപ്പുകളിലെ ഉപഭോക്താക്കളുടെ പേരുകൾ, ഫോൺ നമ്പറുകൾ, ഇമെയിൽ വിലാസങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ ഡാറ്റ സൈബർ ആക്രമണകാരികൾ മോഷ്ടിച്ചതായി സ്ഥിരീകരിച്ച് ആക്രമണകാരികൾ മോചനദ്രവ്യം തേടുന്ന ഒരു ഗ്രൂപ്പായ ഷൈനി ഹണ്ടേഴ്സ് ആണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജൂണിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, സർക്കാർ നൽകിയ തിരിച്ചറിയൽ നമ്പറുകൾ എന്നിവ പോലുള്ള സാമ്പത്തിക വിവരവും എടുത്തിട്ടില്ലെന്നും പാരീസ് ആസ്ഥാനമായുള്ള കെയറിംഗ് പറഞ്ഞു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 120.01 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.11 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.79 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 64.00 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.